ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ആദ്യ ദിവസത്തെ ഇന്ത്യൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ 3 മണിക്കൂർ തികയുന്നതിന് മുൻപ് മലയാളത്തിലടക്കം ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളടക്കം 9 വിമാനങ്ങൾ തകർന്നു എന്ന ഒരു വാർത്ത വന്നിരുന്നു. അന്ന് തന്നെ ഇന്ത്യൻ സർക്കാർ അത്തരം ചാനലുകളെ ബാൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ചൈനയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. US ചൈന സാമ്പത്തിക സുരക്ഷാ അവലോകന കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് വിവരമുള്ളത്. അതിലവർ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചൈന തങ്ങളുടെ ഒരു പരീക്ഷണ വേദിയായി മാറ്റുകയായിരുന്നു. HQ ഡിഫൻസ് സിസ്റ്റം, J-10 ജെറ്റ്, PL-15 മിസൈലുകൾ എന്നിവയെല്ലാം ഈ സംഘർഷത്തിൽ വ്യാപകമായി തന്നെ ഉപയോഗിച്ചു. ഇത് കരസേന മേധാവി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചു എന്നുള്ളത്. ഇതിൽ HQ ഡിഫൻസ് സിസ്റ്റം തകർത്തുകൊണ്ടാണ് നമ്മളുടെ വ്യോമസേന ആദ്യ ആക്രമണം നടത്തുന്നത്. ഒപ്പം തന്നെ J-10 വിമാനം നമ്മൾ തകർക്കുകയും ചെയ്തിരുന്നു. PL-15 മിസൈലുകൾ ഇന്ത്യയിൽ നിലം തൊട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യം കൂടിയാണ്. ഏതായാലും ഇത് അവർ ഉപയോഗിച്ചത് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ചൈനീസ് ആയുധങ്ങളെ ലോകത്തെമ്പാടും എത്തിക്കുന്നതിനുള്ള ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാനിൽ ഇത് ഉപയോഗിക്കുന്നത്. കാരണം ലോകത്ത് ആദ്യമായിട്ടാണ് ചൈനയുടെ ഈ HQ ഡിഫൻസ് സിസ്റ്റവും J-10 ജെറ്റും അതുപോലെ PL-15 മിസൈലും എല്ലാം ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രചാരണം നൽകാനായി ചൈന അവരുടെ എല്ലാ രാജ്യങ്ങളുമുള്ള എംബസി വഴി വലിയ ശ്രമം നടത്തിയിരുന്നു. ഒപ്പം തന്നെ റഫേൽ വിമാനങ്ങളടക്കം തകർന്നു എന്നുള്ള വ്യാജ വാർത്ത വിഷ്വൽ സഹിതം പ്രചരിപ്പിച്ചതും ചൈനയാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വളരെ മുൻപേ തന്നെ ഇന്ത്യൻ സർക്കാരും തുടങ്ങിയിരുന്നു. കാരണം ഈ സംഘർഷം നടന്ന നേരെ പുലരും മുമ്പ് തന്നെയാണ് ഇന്ത്യൻ വിമാനങ്ങൾ തകർന്ന വാർത്തയും പല മാധ്യമങ്ങളും വലിയ തലക്കെട്ടോടുകൂടി നൽകുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ ചൈനയ്ക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കാരണം റഫേൽ വിമാനങ്ങളുടെ മാർക്കറ്റ് ഇടിക്കുക, പകരം ചൈനയുടെ ജെറ്റ് വിമാനങ്ങൾക്ക് വലിയ മാർക്കറ്റ് പിടിക്കുക എന്നൊരു വലിയ തന്ത്രമാണ് ഇതിന്റെ പിന്നിൽ ചൈന പയറ്റിയത് എന്ന US എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടിലാണ് അവർ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനെതിരെ ആ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരം സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കൊടുക്കരുത് എന്ന് നൽകിയിരുന്നു. ഏതായാലും പാകിസ്ഥാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യൻ വിമാനങ്ങൾ തകർന്ന വാർത്ത വലിയ രീതിയിൽ നൽകിയിരുന്നു. ഒപ്പം തന്നെ മലയാളത്തിലടക്കമുള്ള ചില മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്ത നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക തന്നെ പറയുന്നത് ഈ വ്യാജ വാർത്ത സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ചൈനയാണ്. അവർ AI-യും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജ വാർത്ത സൃഷ്ടിച്ചത്. പക്ഷേ ഇന്ത്യയിലടക്കം ചൈനയ്ക്ക് നെറ്റ്വർക്കുകൾ ഉള്ളതാണ്. വിവിധ മാധ്യമ സ്ഥാപനങ്ങളുമായി അവരുടെ ബന്ധം രഹസ്യമല്ല, പരസ്യമാണ്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും കേന്ദ്രം പരിശോധിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.